أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ബനു മുസ്തലിഖ് അഥവാ മരീസി എന്നറിയപ്പെടുന്ന യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ഈ യുദ്ധം എപ്പോഴാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് നബി ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാമ ഇബ്നു ഇസാഖ്, തിബരി, ഇബ്നു ഹിഷാം എന്നിവരുടെ വീക്ഷണത്തിൽ ബനു മുസ്തലിഖ് യുദ്ധം ഹിജരി 6-ാം വർഷം ശഅബാൻ മാസത്തിലാണ് ഉണ്ടായത്. ചിലർ ഇത് ഹിജരി 5-ാം വർഷമാണെന്ന് പറയുന്നു. സഹീഹ് ബുഖാരിയിൽ മൂസ ബിൻ ഉഖ്ബ നിവേദനം ചെയ്യുന്നു, ബനു മുസ്തലിഖ് യുദ്ധം ഹിജരി 4-ാം വർഷമാണ് നടന്നത്. ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇബ്നു ഹജർ അസ്കലാനി എഴുതുന്നു, ഇത് എഴുത്തിൽ വന്ന ഒരബദ്ധമാണ്. അവർ ഹിജരി 5-ാം വർഷം എന്നാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ഹിജരി 4 എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഈ യുദ്ധത്തെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ട്. പറയുന്നു, ബനു മുസ്തലിഖ് യുദ്ധം ഹിജരി 5-ാം വർഷം ശഅബാനിലായിരുന്നു. ഈ യുദ്ധം ഖസാ ഗോത്രത്തിൻ്റെ ഒരു ശാഖയായ ബനു മുസ്തലിഖുമായാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധം ബനു മുസ്തലിഖ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഗോത്രം ഒരു കിണറിൻ്റെ അടുക്കലാണ് വസിച്ചിരുന്നത്. അതിനെ മരീസി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ ഗസ്വയുടെ മറ്റൊരു പേര് മരീസി യുദ്ധം എന്നാകുന്നു. മരീസി മദീനയിൽ നിന്ന് ഏറെക്കുറെ 116 മൈൽ അകലെയാകുന്നു. ബനു മുസ്തലിഖ് ഖുറൈശികളുടെ കൂട്ടുകാരായിരുന്നു. അവർ മക്കയിലെ ഒരു സ്ഥലമായ ഹബിഷി എന്നു പേരുള്ള മക്കയിലെ ഫലഭൂയിഷ്ഠമായ മലയടിവാരത്തിൽ ഒരുമിച്ചുകൂടി തങ്ങൾ ഒറ്റക്കെട്ടായി ഖുറൈശികളോടൊപ്പം നിൽക്കുമെന്ന് ശപഥം ചെയ്തു. അതുകൊണ്ട് അവർ ഉഹാപേഷ് എന്നറിയപ്പെടുന്നു. ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ബനു മുസ്തലിഖ് ഉഹദ് യുദ്ധത്തിൽ കാഫിര്യങ്ങളായ ഖുറൈശികളുടെ സൈന്യത്തോടൊപ്പം ഭാഗവാക്കായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ഒരു കാരണം എന്തെന്നാൽ ബനു മുസ്തലിഖ് ഇസ്ലാം വിരോധത്തിൽ അതിരു കടന്നിരുന്നു. തുടർച്ചയായി അതിൽ മുന്നോട്ട് ഗമിക്കുകയുമായിരുന്നു. അവർക്ക് ഖുറൈശി കാഫിര്യങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും കിട്ടുകയും ചെയ്തിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ഭാഗഭാക്കായതുകൊണ്ട് ഇപ്പോൾ അവർ തുറസായ നിലയിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. മാത്രമല്ല അവരുടെ ദ്രോഹം വർദ്ധിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, മക്കയിൽ നിന്നുള്ള കേന്ദ്രപാതയുടെ നിയന്ത്രണം ബനു മുസ്തലിഖിന് ആയിരുന്നു. ഇവർ മക്കയിൽ മുസ്ലിങ്ങളുടെ ഇടപെടൽ ഇല്ലാതാക്കുന്നതിന് ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു. ഈ യുദ്ധത്തിൻ്റെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ബനു മുസ്തലിഖിൻ്റെ നേതാവ് ഹാരിസ് ബിൻ അബി സിറാർ തൻ്റെ ഗോത്രത്തെയും അറബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ യുദ്ധത്തിന് തയ്യാറാക്കുകയും മദീനയ്ക്ക് സമീപം 96 മൈൽ അകലത്തിൽ ഒരു സ്ഥലത്ത് സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങുകയും ചെയ്തതാണ്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും സീറത്ത് ഖാത്തമുൻ നബീനിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പറയുന്നു,
ഖുറൈശികളുടെ എതിർപ്പ് നാൾക്ക് നാൾ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ ഗൂഢനീക്കങ്ങൾ മുഖേന അറേബ്യയിലെ നിരവധി ഗോത്രങ്ങളെ ഇസ്ലാമിനും ഇസ്ലാം മതസ്ഥാപകർക്കുമെതിരിൽ അണിനിരത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ശത്രുത പുതിയൊരു ഭീഷണി ഉണ്ടാക്കി തുടങ്ങി. അതായത് മുസ്ലിങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ഹിജാസിലെ ഗോത്രങ്ങളും ഖുറൈശികളുടെ ഫിത്നയിൽ വശഗതരായി മുസ്ലിങ്ങൾക്കെതിരിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. ഇക്കാര്യത്തിൽ ആദ്യം നീക്കം തുടങ്ങിയത് പ്രസിദ്ധ ഗോത്രമായ ബനു ഖസായ ആയിരുന്നു. അവരുടെ ഒരു ശാഖയായ ബനു മുസ്തലിഖ് മദീനയ്ക്കെതിരിൽ ആക്രമണം നടത്താൻ തയ്യാറെടുപ്പ് തുടങ്ങി. അവരുടെ നേതാവ് ഹാരിസ് ബിൻ അബി ലിറാർ ഈ ഗോത്രത്തിൽ പര്യടനം നടത്തി മറ്റ് ചില ഗോത്രങ്ങളെ കൂടി തങ്ങളുടെ കൂടെ ചേർക്കുകയുണ്ടായി. ബനു മുസ്തലിഖിന്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബുറൈദ ബിൻ ഹസീബ് അസ്ലമിയെ അവിടെയുള്ള അവസ്ഥകൾ അറിഞ്ഞു വരാൻ അയക്കുകയുണ്ടായി. അദ്ദേഹം പുറപ്പെടുകയും അവരുടെ അരുവിയിൽ അവരെ കാണുകയും ചെയ്തു. ബുറൈദ വഞ്ചകരായ ഈ ജനത സ്വയം ഒരുമിച്ച് കൂട്ടിയതോടൊപ്പം ചുറ്റുപാടുമുള്ള മറ്റ് ആളുകളുടെ സൈന്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയതായി കാണുകയുണ്ടായി. അവർ ഹസ്രത്ത് ബുറൈദയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഹസ്രത്ത് ബുറൈദ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാകുന്നു. നിങ്ങളുടെ സൈനിക നീക്കത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ യുക്തിപൂർവം അദ്ദേഹം അവരുടെ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി അവരുടെ അവസ്ഥകളെപ്പറ്റി അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ സംബന്ധിച്ച് അറിയിക്കുകയും ചെയ്തു. ഇസ്ലാമിക സൈന്യം വളരെ വേഗത്തിൽ തയ്യാറായി പുറപ്പെട്ടു. ബനു മുസ്തലിഖിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയെ മദീനയിൽ തൻ്റെ പിൻഗാമിയായി നിയമിച്ചു. ഇബ്നു ഹിഷാം ഹസ്രത്ത് അബൂസർ ഗഫാരിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഹസ്രത്ത് നമീല ബിൻ അബ്ദുല്ലാഹിൻ്റെ പേരും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ സൈന്യം പുറപ്പെട്ടു. ഇസ്ലാമിക സൈന്യം 700 പേരടങ്ങിയതായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 5-ാം വർഷം ഷെവാൻ 2-ാം തീയതി തിങ്കളാഴ്ച മദീനയിൽ നിന്നും പുറപ്പെട്ടു. ഇസ്ലാമിക സൈന്യവുമായി ബനു മുസ്തലിഖിലേക്ക് നീങ്ങി. ഹദ്റത്ത് മസ്ഊദ് ബിൻ ഹുനൈദ മർസി യുദ്ധത്തിനുള്ള യാത്രയിൽ വഴികാട്ടിയായിരുന്നു. ഈ യാത്രയിൽ മുസ്ലിങ്ങളുടെ പക്കൽ 30 കുതിരകൾ ഉണ്ടായിരുന്നു. അതിൽ മുഹാജിരിങ്ങളുടെ പക്കൽ 10 കുതിരകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 2 കുതിരകൾ ഉണ്ടായിരുന്നു, ലസാസും സറവും. കുതിര ഉണ്ടായിരുന്ന മുഹാജിരിങ്ങളുടെ പേരുകൾ ഇപ്രകാരമാകുന്നു: ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ ഖനി, ഹസ്രത്ത് അലി, ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഔഫ്, ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല, ഹസ്രത്ത് മിഖ്ദാദ് ബിൻ അമ്ര. അൻസാർ സഹാബാക്കളിൽ 20 കുതിര സവാരിക്കാർ ഉണ്ടായിരുന്നു. അവരിൽ 15 പേരുകൾ ഇപ്രകാരമാകുന്നു: ഹസ്രത്ത് സഅദ് ബിൻ മുആദ്, ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുലൈർ, ഹസ്രത്ത് അബൂ അബസ് ബിൻ ജബർ, ഹസ്രത്ത് അബൂ ഖത്താദ ബിൻ നോമാൻ, ഹസ്രത്ത് അവീം ബിൻ സആദ, ഹസ്രത്ത് അവ്വാ ബിൻ അദിയ, ഹസ്രത്ത് സഅദ് ബിൻ സെയ്ദ് അശ്അലി, ഹസ്രത്ത് ഹാരിസ് ബിൻ ഹസ്മ, ഹസ്രത്ത് മുആസ് ബിൻ ജബൽ, ഹസ്രത്ത് അബൂ ഖത്താദ, ഹസ്രത്ത് അബൂ ഉബയ്യ് ബിൻ കഅബ്, ഹസ്രത്ത് ഖബ്ബാബ് ബിൻ മുൻസർ, ഹസ്രത്ത് സിയാദ് ബിൻ ലബീദ്, ഹസ്രത്ത് ഫർവ ബിൻ അമ്ര, ഹസ്രത്ത് മുആസ് ബിൻ റിഫാ ബിൻ റാഫി. ഏതായാലും വിശദീകരണത്തിൽ തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം നിരവധി മുനാഫിക്കീങ്ങളും പുറപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ മറ്റൊരു യുദ്ധത്തിനും മുനാഫിക്കീങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പറയുന്നു, അവർക്ക് ജിഹാദിനോട് പ്രതിപത്തിയൊന്നും ഇല്ലായിരുന്നു. മറിച്ച് ജയിക്കുകയാണെങ്കിൽ യുദ്ധ മുതലുകൾ കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ പുറപ്പെട്ടത്. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതേപ്പറ്റി എഴുതുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിഞ്ഞപ്പോൾ
കൂടുതൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് തൻ്റെ സഹാബിയായ ബുറൈദ ബിൻ ഹുസൈബിനെ അവസ്ഥകൾ സംബന്ധിച്ച് അറിഞ്ഞു വരുന്നതിനെ ബനു മുസ്തലിക്കിലേക്ക് പറഞ്ഞയച്ചു. എത്രയും വേഗം തിരിച്ചെത്തി എന്താണ് ഉണ്ടായതെന്നും യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും മുതലായ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ബുറൈദ പോയപ്പോൾ വാസ്തവത്തിൽ ഒരു വലിയ സംഘം വളരെ ശക്തമായി മദീനയെ ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് കണ്ടത്. അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ മുസ്ലിങ്ങളോട് മുൻകൂർ തടയിടാൻ ബനു മുസ്തലിക്കിൻ്റെ നാട്ടിലേക്ക് പുറപ്പെടാൻ ആഹ്വാനം നൽകി. അവർ ആക്രമിക്കുന്നതിന് മുമ്പേ അവരുടെ അടുക്കലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. നിരവധി സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ പോകാൻ തയ്യാറായി. മാത്രമല്ല മുനാഫിക്കീങ്ങളുടെ ഒരു വലിയ സംഘവും പുറപ്പെട്ടു. ഇതിനു മുമ്പ് ഇവരിൽ നിന്നുള്ള ഇത്രയധികം ആളുകൾ പങ്കെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭാവത്തിൽ അബൂസറിനെ, മറ്റൊരു നിവേദനമനുസരിച്ച് സെയ്ദ് ബിൻ ഹാരിസയെ മദീനയിൽ അമീറായി നിശ്ചയിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഹിജ്രി 5-ാം വർഷം ശഅബാൻ മാസം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. സൈന്യത്തിൽ 30 കുതിരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഒട്ടകങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഈ കുതിരകളിലും ഒട്ടകങ്ങളിലുമായി മുസ്ലിങ്ങൾ ഊഴമിട്ട് യാത്ര ചെയ്യുകയുണ്ടായി. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതേപ്പറ്റി കുറെ കൂടി വിശദമായി എഴുതുന്നു. യാത്രക്കിടയിൽ മുസ്ലിങ്ങൾക്ക് ഒരു ചാരനെ കിട്ടുകയുണ്ടായി. അയാളെ മുസ്ലിങ്ങൾ പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിലെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ യഥാർത്ഥ ചാരൻ തന്നെയാണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോൾ അയാളിൽ നിന്ന് കാഫിര്യങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ച് അറിയാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ പറയാൻ കൂട്ടാക്കിയില്ല. അയാൾ സംശയഗ്രസ്തനായിരുന്നതിനാൽ അന്നത്തെ യുദ്ധ സമ്പ്രദായമനുസരിച്ച് ഹദരത്ത് ഉമർ അയാളെ വധിക്കുകയുണ്ടായി. തുടർന്ന് ഇസ്ലാമിക സൈന്യം മുന്നോട്ട് നീങ്ങി. ബനു മുസ്തലിഖ് ഇസ്ലാമിക സൈന്യം വരുന്നുണ്ടെന്നും അവരുടെ ചാരൻ കൊല്ലപ്പെട്ടുവെന്നും അറിഞ്ഞപ്പോൾ വളരെയേറെ ഭയചകിതരായി. കാരണം അവർ ഓർക്കാപ്പുറത്ത് മദീനയെ ആക്രമിക്കാൻ അവസരം പാർത്ത് കഴിയുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജാഗ്രത കാരണം അവർക്ക് നഷ്ടക്കച്ചവടമായി മാറി. ചുരുക്കത്തിൽ അവർ വളരെയേറെ ഭയവിഹ്വലരായി. അവരെ സഹായിക്കാൻ അവരോടൊപ്പം കൂടിയിരുന്ന മറ്റു ഗോത്രങ്ങൾ ദൈവിക ഇടപെടൽ കാരണം ഭയപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ അവരെ ഉപേക്ഷിച്ചു തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ ബനു മുസ്തലിക്കുകാർക്ക് ഖുറൈശികൾ മുസ്ലിം ശത്രുതയുടെ ലഹരിയിൽ മത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെങ്കിലും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. മുഴുവൻ തയ്യാറെടുപ്പുമായി ഇസ്ലാമിക സൈന്യത്തെ നേരിടാൻ ഒരുങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരീസി എന്ന സ്ഥലത്തെത്തിയപ്പോൾ തുകൽ കൊണ്ടുള്ള ഒരു കൂടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി കെട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹധർമ്മിണിമാരിൽ ഹദരത്ത് ആയിഷ സിദ്ദീഖ കൂടെ ഉണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാർ ഹദരത്ത് ഉമ്മു സൽമയും ഹദരത്ത് ആയിഷയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഹദരത്ത് ഉമ്മു സൽമ കൂടെ ഉണ്ടായിരുന്നു എന്ന നിവേദനത്തെ അല്ലാമ ഇബ്നു ഹജർ ദുർബലമാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ബുഖാരിയുടെ നിവേദനത്തിൽ ഹദരത്ത് ആയിഷയുടെ വാക്കുകൾ ഇപ്രകാരമാകുന്നു: ഫഖറജ സഹമി, എനിക്കാണ് നറുക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹധർമ്മിണിമാരിൽ ഹദരത്ത് ആയിഷ മാത്രമായിരുന്നു ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാണ്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ തിരിച്ചറിയൽ അടയാളം എന്തായിരുന്നു? ഇബ്നു ഹിഷാം എഴുതുന്നു, ബനു മുസ്തലിഖ് ദിനത്തിൽ മുസ്ലിങ്ങളുടെ തിരിച്ചറിയൽ അടയാളം അഥവാ കോഡ് ഭാഷ യാ മൻസൂർ അമത് അമത് എന്നായിരുന്നു. ഇതിൻ്റെ തർജ്ജമ അല്ലയോ സഹായിക്കപ്പെടുന്നവനെ വധിക്കൂ വധിക്കൂ എന്നാണ്. ഈ കോഡ് ഭാഷ ഉപയോഗിച്ചത് മുസ്ലിങ്ങൾക്കും കാഫിര്യങ്ങൾക്കുമിടയിൽ സംശയം ഇല്ലാതാകുന്നതിനും
രാത്രിയുടെ അന്ധകാരത്തിലും മുസ്ലിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അണിനിരത്തി. മുസ്ലിങ്ങളുടെ പതാക ഹദ്രത്ത് അബൂബക്കറിനാണ് നൽകിയത്. മറ്റൊരു നിവേദനത്തിൽ ഹദ്രത്ത് അമ്മാർ ബിൻ യാസറിന് നൽകിയെന്ന് പറയുന്നു. അൻസാറിന്റെ പതാക ഹദ്രത്ത് സാദ് ബിൻ ഉബാദയ്ക്ക് നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമറിനോട് പറഞ്ഞു, ജനങ്ങളോട്, അതായത് ശത്രു സൈന്യത്തിനു മുന്നിൽ ഇങ്ങനെ വിളംബരപ്പെടുത്തുക: അല്ലയോ ജനങ്ങളെ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ലെന്ന് പറയുവിൻ. അങ്ങനെ നിങ്ങൾ ജീവനും സ്വത്തും സംരക്ഷിക്കുവിൻ. ഹദ്രത്ത് ഉമർ അങ്ങനെ വിളംബരം ചെയ്തെങ്കിലും മുശ്രിക്കീങ്ങൾ നിഷേധിക്കുകയാണുണ്ടായത്. കുറച്ചു സമയം ശക്തമായ അമ്പെയ്ത്ത് നടന്നു. ആദ്യം മുശ്രിക്കീങ്ങളുടെ ഒരാളാണ് അമ്പെയ്തത്. മുസ്ലിങ്ങളും കുറച്ചു സമയം അമ്പെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് യുദ്ധം ചെയ്യാൻ കൽപ്പന നൽകി. അവർ ഒന്നിച്ചു നിന്ന് പൊരുതി. മുശ്രിക്കീങ്ങളിൽ ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവരിൽ 10 പേർ കൊല്ലപ്പെട്ടു. മറ്റുള്ളവരെല്ലാം ബന്ദിയാക്കപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്ത്രീ പുരുഷന്മാരെയും മക്കളെയും മൃഗങ്ങളെയും ബന്ദിയാക്കി. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരീസയിൽ എത്തി. അതിനടുത്താണ് ബനു മുസ്തലിഖ് തങ്ങിയിരുന്നത്. അത് സമുദ്രതീരത്തിനടുത്ത് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാകുന്നു. അവിടെ താവളമടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. അണികളെ ശരിയാക്കുകയും പതാകകൾ വിതരണവും മറ്റും കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമറിനോട് പറഞ്ഞു, മുന്നോട്ട് വന്ന് ബനു മുസ്തലിഖുകാരോട് ഇങ്ങനെ വിളംബരപ്പെടുത്തുക: ഇപ്പോഴും ഇസ്ലാം വിരോധത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും പിന്മാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭരണത്തെ അംഗീകരിക്കുകയുമാണെങ്കിൽ സംരക്ഷണം നൽകപ്പെടുന്നതാണ്. മതം മാറാനല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭരണത്തെ അംഗീകരിക്കുകയാണെങ്കിൽ സമാധാനത്തിലാകുന്നതാണ്, മുസ്ലിങ്ങൾ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ അവരതിനെ ശക്തമായി എതിർക്കുകയും യുദ്ധത്തിന് തയ്യാറാവുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഈ യുദ്ധത്തിൽ ആദ്യത്തെ അമ്പ് അവരുടെ, അതായത് ബനു മുസ്തലിഖിലെ ഒരാളാണ് തൊടുത്തുവിട്ടത്. ഈ അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് യുദ്ധം ചെയ്യാൻ കൽപ്പന നൽകി. കുറച്ചു സമയം ഇരുകൂട്ടർക്കുമിടയിൽ ശക്തമായ അമ്പെയ്ത്ത് നടന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പെട്ടെന്ന് ഒന്നിച്ചു ചേർന്ന് ആക്രമണം നടത്താൻ കൽപ്പിച്ചു. ഈ ഒന്നിച്ചുള്ള ആക്രമണത്തിൽ കാഫിര്യങ്ങളുടെ പാദങ്ങൾ ഇളകി. പക്ഷേ മുസ്ലിങ്ങൾ വളരെ തന്ത്രപൂർവം അവരെ വലയം ചെയ്തപ്പോൾ മുഴുവൻ സംഘവും ഉപരോധത്തിലായി. ആയുധം താഴെ വയ്ക്കാൻ നിർബന്ധിതരായി. ഭയാനകമായി ഭവിക്കാവുന്ന ഈ യുദ്ധം കേവലം 10 കാഫിര്യങ്ങളുടെയും ഒരു മുസ്ലിമിൻ്റെയും വധത്തോടുകൂടി പരിസമാപ്തിയിലെത്തി. ഇന്ന് ഒരു ഷഹീദിനെയും മറ്റു ചില മർഹൂമികളെയും അനുസ്മരിക്കാനുള്ളതുകൊണ്ട് അസൽ ഖുത്ബ ചുരുക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുഹറം മാസം സംബന്ധിയായും ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അതിൽ ആക്രമണത്തിൻ്റെയും ഭീകരതയുടെയും അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് സ്ഥാപിതമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദൗഹിത്രനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബക്കാരും ഷഹീദാക്കപ്പെട്ടു. എന്നാൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം ഈ ആക്രമണം ഇന്നും തുടരുന്നുവെന്നത് മുസ്ലിങ്ങളുടെ ദൗർഭാഗ്യമാകുന്നു. മുഹറമിൽ ഷിയാ സുന്നി ഫസാദുകളും തീവ്രവാദ ആക്രമണങ്ങളും വർദ്ധിക്കുന്നു. ഇതിൽ ഇരുഭാഗത്തും ജീവനുകളും നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഈ കക്ഷി താൽപര്യതയും സ്വാർത്ഥതയും സംരക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങളും കലാപങ്ങളും ഉടലെടുക്കുന്നു. കൂടാതെ വർഷം മുഴുവനും പണ്ഡിതന്മാരും വിവിധ സംഘടനകളും ഭരണകൂടങ്ങളും ആക്രമവും ദ്രോഹവുമാണ് കാണിക്കുന്നത്. പരസ്പരം എതിരാളികളുമാണ്. എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ ഭയക്കാനുമുള്ള ബുദ്ധി ഇവർക്ക് ഉണ്ടാകുന്നില്ല. അള്ളാഹു ഈ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാൻ തൻ്റെ വാഗ്ദാനമനുസരിച്ച് അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ
ബയ്യത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല. ഉമ്മത്തിനെ ഏക ഉമ്മത്താക്കാനും ഫസാദുകളെ ഇല്ലാതാക്കാനും അത് മാത്രമേ വഴിയുള്ളൂ. അതിലൂടെ മാത്രമാണ് മുസ്ലിങ്ങളിൽ ഐക്യമുണ്ടാവുകയും അവരുടെ അന്തസ്സ് സ്ഥാപിതമാവുകയും ചെയ്യുകയുള്ളൂ. ഇവർക്ക് ഇത് ബോധ്യമായെങ്കിൽ എത്ര നന്നായേനെ. ഏതായാലും ഈ ദിവസങ്ങളിൽ അഹമ്മദികൾ സ്വലാത്തു ചൊല്ലാനും മുസ്ലിങ്ങളുടെ ഐക്യത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ അവസ്ഥകളെ നന്നാക്കാനും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒരു ഷഹീദിനെയും ചില മർഹൂമീങ്ങളെയും അനുസ്മരിക്കുന്നതാണ്. ഷഹീദിൻ്റെ പേര് ബൂഞ്ച മഹ്മൂദ് സാഹിബ് എന്നാകുന്നു. ഇദ്ദേഹം ജമാഅത്ത് അഹമ്മദിയ തമാഞ്ചാറോ ടോഗയിലുള്ള വ്യക്തിയാകുന്നു. ജൂൺ 21 ഉഗ്രവാദികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന് 64 വയസ്സായിരുന്നു പ്രായം. സംതപ്ത കുടുംബത്തിൽ 2 ഭാര്യമാരും 14 മക്കളുമുണ്ട്. മുബല്ലിഗ് നവീദ് നെയ്യം സാഹിബ് എഴുതുന്നു, ടോഗോയിലെ വടക്കൻ പ്രവിശ്യയിലുള്ള കേന്ദ്ര നഗരത്തിന് സമീപമാണ് തമാഞ്ചാറോ ജമാഅത്ത്. ഈ പ്രദേശം ബുർക്കിന ഫാസോയുമായി ചേരുന്ന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോഞ്ചോ മഹ്മൂദ് സാഹിബിന് ഈ ജമാഅത്തിലെ ആദ്യകാല അംഗങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. കൃഷിപ്പണി ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത്. അവിടെ ഒരു താൽക്കാലിക വസതിയും ഉണ്ടാക്കിയിരുന്നു. മഴക്കാലത്ത് ഭാര്യ മക്കളോടൊപ്പം അവിടേക്ക് മാറി താമസിച്ചിരുന്നു. വരണ്ട കാലാവസ്ഥയിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് വരുമായിരുന്നു. അത് അവിടെ നിന്ന് ഒരുപാട് ദൂരെയുമായിരുന്നു. പിന്നെ വീണ്ടും മഴക്കാലത്ത് ഇവിടേക്ക് വന്നിരുന്നു. ജൂൺ 21 രാത്രി 8 മണിക്ക് 4 ഉഗ്രവാദികൾ വീട്ടിൽ കയറിയ സമയത്ത് അദ്ദേഹം തൻ്റെ ഫാമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ടോർച്ചടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 14 വയസ്സുള്ള മകൻ വെളിച്ചം കണ്ടപ്പോൾ ഉടൻ അവിടെ എത്തി. അവിടെ തൻ്റെ പിതാവിനെ ഉഗ്രവാദികൾ വളഞ്ഞതാണ് കാണുന്നത്. അത് കണ്ട് ഭയന്നുപോയ കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. ഏതായാലും അതിനുശേഷം ഉഗ്രവാദികൾ മർഹൂമിൻ്റെ താടിക്ക് കീഴെ തോക്കുകൊണ്ട് വെടിവെക്കുകയുണ്ടായി. വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ മൂക്ക് തകർത്ത് പുറത്തേക്ക് വരികയും തൽക്ഷണം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉഗ്രവാദികൾ അതിനുശേഷം അവിടെ നിന്ന് പോയി. വീട്ടിലെ മറ്റാരെയും ഉപദ്രവിച്ചില്ല. അദ്ദേഹത്തെ ഷഹീദാക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. അതിനായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവിടെയുള്ള മിലിറ്ററി ആളുകളും അവിടെ എത്തി. സർക്കാരിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമാണ്. എല്ലാ ഭാഗത്തും ഉഗ്രവാദികൾ പിടിമുറുക്കിയിരിക്കുന്നു. മയ്യത്ത് സൈന്യം തങ്ങളുടെ കസ്റ്റഡിയിലെടുത്തു. ചുറ്റുവട്ടത്തും നിരീക്ഷണത്തിനും തങ്ങളുടെ നിസ്സാരമായ നടപടിക്രമങ്ങൾക്കും ശേഷം അടുത്ത ദിവസം ജനാസ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ പ്രദേശത്തെ ആദ്യകാല മിഷണറി ഇമാം ബേലു സാഹിബ് പറയുന്നു, മർഹൂം ആദ്യകാലത്ത് ബയ്യത്ത് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ആരംഭകാലത്ത് തന്നെ അദ്ദേഹം ബയ്യത്ത് ചെയ്തിരുന്നു. ബയ്യത്തിന് ശേഷം അദ്ദേഹം നമസ്കാരങ്ങളിലും എല്ലാ ജമാഅത്തി പരിപാടികളിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. അതുപോലെ കൃത്യമായി ചന്തകളും കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏരിയയിലെ മിഷണറി ജുദാമ താഹിർ സാഹിബ് പറയുന്നു, അദ്ദേഹം 2007 ബയ്യത്ത് ചെയ്തത്. അതിനോടൊപ്പം തന്നെ റമദാനും തുടങ്ങി. മഴക്കാലമായിരുന്നു. ധാന്യമിറക്കാൻ ഭൂമി തയ്യാറാക്കി തുടങ്ങിയിരുന്നു. ഗ്രാമത്തിലെ ചില ആളുകൾ, ഇപ്പോൾ നിങ്ങൾ മുസ്ലിമായില്ലേ, നിങ്ങൾ നോമ്പ് പിടിക്കുമോ അതോ കൃഷിപ്പണി ചെയ്യുമോ എന്ന് ചോദിച്ച് പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് നോമ്പെടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അധ്വാനിക്കുകയും ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായും നോമ്പെടുക്കുന്നതാണ്. വിളവിന് അള്ളാഹു തന്നെയാണ് ഉടമസ്ഥൻ. എന്നെക്കൊണ്ട് സാധ്യമായ ജോലി ഞാൻ ചെയ്യും. എനിക്ക് വിധിച്ചത് എനിക്ക് എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു അതെനിക്ക് തരിക തന്നെ ചെയ്യും. അള്ളാഹു ചെയ്തത് നോക്കുക. മഴ നിൽക്കുകയുണ്ടായി. ആ ദിവസങ്ങളിൽ റംസാൻ മുഴുവനും മഴയുണ്ടായില്ല.
അദ്ദേഹം സമാധാനമായി നോമ്പെടുത്തു. ഈദിൻ്റെ അടുത്ത ദിവസം മഴ തുടങ്ങി. അവിടെ ഗ്രാമത്തിൽ കൃഷി നടത്താറുള്ളതുപോലെ അദ്ദേഹവും മറ്റുള്ളവരും കൃഷിയിടത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പരിഹസിച്ചവരെയും അങ്ങനെ അള്ളാഹു ജോലിയിൽ നിന്ന് തടയുകയുണ്ടായി. തൻ്റെ ദാസന് ഇബാദത്തിനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്തു. ജമാഅത്ത് സ്ഥാപിതമായതിന് 4 വർഷത്തിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് മസ്ജിദ് നിർമ്മാണത്തിനുള്ള പ്രോഗ്രാം ആരംഭിച്ചു. അനഹമ്മദികൾ മസ്ജിദിൻ്റെ ആവശ്യം എന്താണെന്നും നിങ്ങൾ ഞങ്ങളുടെ മസ്ജിദിൽ വന്ന് നമസ്കരിച്ചു കൊള്ളുക എന്നും പറഞ്ഞ് തടയാൻ നല്ലപോലെ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ മസ്ജിദ് നിർമ്മിച്ചിരിക്കും. പിന്നെ ഈ മസ്ജിദ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ഗ്രാമത്തിലുള്ള സമയത്തൊക്കെയും 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി മസ്ജിദിൽ തന്നെ അനുഷ്ഠിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ യാക്കൂബ് സാഹിബ് പറയുന്നു, വളരെ മൃദുലഹൃദയനായിരുന്നു. ആർക്കും പ്രയാസമുണ്ടാകുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. കുടുംബത്തിലെ വല്ല പ്രശ്നവും ആരെക്കൊണ്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇദ്ദേഹത്തിനടുക്ക് വരുമായിരുന്നു. അദ്ദേഹം നിഷ്പ്രയാസം അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും തലമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ പ്രദേശങ്ങളിൽ തീവ്രവാദം ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ. സമാധാനപൂർണമായ അവസ്ഥ ഉണ്ടാക്കുമാറാകട്ടെ. ഇത് ജനങ്ങൾക്കിടയിലുള്ള വഴക്കാണെന്നും മുസ്ലിം ഗ്രൂപ്പുകൾ കലാപമുണ്ടാക്കുകയാണെന്നും പറയുന്നു. എന്നാൽ അതിന് വൻ ശക്തികൾ സഹായം നൽകുകയാണ്. അവർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നാടുകളിൽ ഉഗ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ സമാധാനം സ്ഥാപിക്കാനെന്ന് പറഞ്ഞ് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ ഇത്തരം ആളുകളെ സഹായിക്കുന്നില്ലെങ്കിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നതല്ല. മുസ്ലിങ്ങൾക്ക് തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ ബുദ്ധി ഉദിക്കുന്നില്ല. ചില മുസ്ലിം സംഘടനകളും ചില രാഷ്ട്രീയക്കാരും ഈ ഉഗ്രവാദികളിൽ ചേർന്നിട്ടുമുണ്ട്. അടുത്ത അനുസ്മരണം മുൻ മുആവിൻ അഥവാ അസിസ്റ്റന്റ് നാസിർ ഉമൂറാമ റഷീദ് അഹമ്മദ് സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം നൂർ ഹുസൈൻ സാഹിബിൻ്റെ മകനാകുന്നു. കഴിഞ്ഞ ദിവസം 86-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഖാദിയാനിലാണ് ജനിച്ചത്. ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാവ് നൂർ മുഹമ്മദ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. 1924 രണ്ടാം ഖിലാഫത്ത് കാലത്ത് പിതാവിന് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ ചേരുന്നതിന് തൗഫീക്ക് ലഭിച്ചു. റഷീദ് അഹമ്മദ് സാഹിബ് ഖാദിയാനിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്. പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം മെട്രിക് പാസ്സായി. തുടർന്ന് ജമാഅത്തി സേവനങ്ങൾ ആരംഭിച്ചു. 1998 റിട്ടയർ ആയെങ്കിലും റീ എംപ്ലോയി ആയി. 2021 വരെ ആരോഗ്യം അനുവദിച്ചിരുന്ന അത്രയും കാലം സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിരുന്നു. മർഹൂമിൻ്റെ മൊത്തത്തിലുള്ള ജമാഅത്തി സേവനകാലം ഏകദേശം 65 വർഷമാണ്. അദ്ദേഹം ഒരുപാട് നന്മകൾക്കുടമയായിരുന്നു. അന്നന്നത്തെ ജോലികൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുന്ന സ്വഭാവമായിരുന്നു. ജമാഅത്തിനോട് അങ്ങേയറ്റം കൂറും ഉത്തരവാദിത്വ ബോധവും കൂടാതെ ജമാഅത്തി കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നു. സമയനിഷ്ഠ അദ്ദേഹത്തിൻ്റെ പ്രകടമായ സ്വഭാവമായിരുന്നു. വസിയത്ത് പദ്ധതിയിൽ ഭാഗവാക്കായിരുന്നു. ചന്ത കൊടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ചിന്തയുണ്ടായിരുന്നു. ആദ്യ സമയത്ത് തന്നെ ചന്തകൾ കൊടുക്കുമായിരുന്നു. ജമാഅത്തിൻ്റെ എല്ലാ ആഹ്വാനങ്ങളിലും ഭാഗവാക്കാകാൻ ശ്രമിച്ചിരുന്നു. കുടുംബക്കാരോടെല്ലാം വ്യക്തിഗത ബന്ധമായിരുന്നു. ആവശ്യക്കാർക്ക് രഹസ്യമായി സഹായം ചെയ്യുമായിരുന്നു. ഖിലാഫത്തുമായി പ്രത്യേക സ്നേഹവും ബന്ധവുമായിരുന്നു. 2ാം ഖിലാഫത്ത് മുതൽ 5ാം ഖിലാഫത്ത് വരെയും വിവിധ ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന് സേവനത്തിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. വളരെ കൂറോടുകൂടി സേവനങ്ങൾ ചെയ്തു. വളരെ നിശബ്ദനായി നിർലോഭം സേവനം ചെയ്യുന്ന ആളായിരുന്നു. 1974-ലെയും 84-ലെയും പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ ശക്തമായ നിലയിൽ എതിർപ്പുകളെ അഭിമുഖീകരിക്കാനും തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. 74-ൽ എതിർപ്പിൻ്റെ അവസരത്തിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഫൈസലാബാദിലേക്ക് ബസ്സിൽ കൊണ്ടുപോവുകയായിരുന്നു. ചീനിയോട്ടിൽ എതിരാളികളുടെ ഒരു സംഘം
അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ബസ്സിനെ ആക്രമിച്ചു. പോലീസും മറ്റ് യാത്രക്കാരും ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ കയ്യാമം വെച്ചിരുന്നു. പോലീസും അദ്ദേഹത്തെ ഉപേക്ഷിച്ചോടിപ്പോയി. ജാതിയിലുണ്ടായിരുന്നവർ കയ്യാമം വെച്ചിരുന്ന അദ്ദേഹത്തെ കത്തികൊണ്ട് ആക്രമിച്ച് ശക്തമായി പരിക്കേൽപ്പിച്ചു. അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മാസങ്ങളോളം ആസ്പത്രിയിൽ കഴിയേണ്ടി വന്നു. അവിടെ നിന്ന് വീണ്ടും ജയിലിലേക്ക് മാറ്റി. ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ വിരലുകളും മുറിഞ്ഞുപോയിരുന്നു. മുഖത്തും മുറിവുണ്ടായിരുന്നു. നീണ്ടകാലത്തോളം സംസാരിക്കാനും പ്രയാസമായിരുന്നു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ചു. 1979 സെപ്റ്റംബറിൽ റബൂയിൽ അടിസ്ഥാനരഹിതമായ ആരോപണത്തെ തുടർന്ന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിക്കും മറ്റ് ഭാരവാഹികൾക്കും ഇതിൽ കേസ് കൊടുക്കുകയുണ്ടായി. അതിൽ റഷീദ് അഹമ്മദ് സാഹിബിൻ്റെ പേരുമുണ്ടായിരുന്നു. ഒരു നീണ്ടകാലം കേസ് നടക്കുകയുണ്ടായി. റഷീദ് സാഹിബിനും മറ്റ് 3 ഭാരവാഹികൾക്കുമെതിരിൽ 1987 മറ്റൊരു പോലീസ് കേസ് കൂടി റബ്വ സ്റ്റേഷനിലുണ്ടായി. വർഷങ്ങളോളം കോടതികൾ കയറിയിറങ്ങേണ്ടി വരികയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾ അമത്തു സബൂർ പറയുന്നു, പിതാവ് ജമാഅത്തായ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളയാളും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ശ്രദ്ധിക്കുന്നയാളും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമാണെന്ന് കരുതുന്നയാളും ആയിരുന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം തൻ്റെ അവകാശങ്ങളെ വിട്ടുകൊടുക്കുമായിരുന്നു. മകൾ തുടർന്നെഴുതുന്നു, ഉമ്മയുടെ വഫാത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ താമസിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. മക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ എത്തിയ ഉടൻ തന്നെ എന്നെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ മക്കളോട് പറയുക, നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിൽ കൃത്യനിഷ്ഠ പുലർത്തുകയും ജമാഅത്തി പരിപാടികളിൽ പങ്കെടുക്കുകയും വേണം. വൈകുന്നേരത്തിന് ശേഷം വീടിന് പുറത്തേക്ക് പോകരുത്. ജമാഅത്തി ഭാരവാഹികൾ വിളിക്കുമ്പോൾ വിസമ്മതിക്കരുത്. മകൾ പറയുന്നു, ഈ തർബിയത്ത് കാരണം എനിക്ക് നല്ല പ്രയോജനം ലഭിക്കുകയുണ്ടായി. അള്ളാഹു മർഹൂമിനോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം നായിബ് നാസർ ഉമൂറാമ ചൗധരി മുത്തിയൂർ റഹ്മാൻ സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം ചൗധരി അലി അക്ബർ സാഹിബിൻ്റെ മകനാണ്. കഴിഞ്ഞ ദിവസം 79-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാവ് അലി അക്ബർ സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. പിതാവിന് 1916 രണ്ടാം ഖിലാഫത്ത് കാലത്ത് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് അലി അക്ബർ സാഹിബിന് നായിബ് നാസർ താലീമായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. ചൗധരി മുത്തിയൂർ റഹ്മാൻ സാഹിബ് പ്രാരംഭ വിദ്യാഭ്യാസം ഖാദിയാനിലാണ് കരസ്ഥമാക്കിയത്. പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ചേർന്നു. റിട്ടയർമെൻറ്റിന് ശേഷം തന്നെ ജമാഅത്തി സേവനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. നായിബ് നാസർ ഉമൂറാമ എന്ന നിലയിൽ 25 വർഷത്തിലധികം കാലം അവസാന ശ്വാസം വരെയും ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. ചൗധരി മുത്തിയൂർ റഹ്മാൻ സാഹിബ് നിരവധി നന്മകൾക്ക് ഉടമയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വസിയത്ത് പദ്ധതിയിൽ ചേരുകയുണ്ടായി. വസിയത്തിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായി വെച്ചിരുന്നു. നല്ല സമയനിഷ്ഠ പാലിച്ചിരുന്നു. ജമാഅത്തായ നമസ്കാരങ്ങൾ കൃത്യനിഷ്ഠയും ജമാഅത്തി ചന്തകൾ ആദ്യ സമയത്ത് തന്നെ കൊടുക്കുന്ന ആളുമായിരുന്നു. വൈജ്ഞാനിക താല്പര്യവും വളരെ പ്രകടമായിരുന്നു. ലളിത സ്വഭാവത്തിനുടമയും എല്ലാവരുമായി സൗഹൃദബന്ധമുള്ള ആളുമായിരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ജോലിക്കാരനുമായി വല്ല അസ്വാരസ്യവും ഉണ്ടായാൽ ഏറ്റവും ആദ്യം രഞ്ജിപ്പിനുള്ള കൈ കൊടുക്കുമായിരുന്നു. ഓഫീസ് സംബന്ധമായി അദ്ദേഹത്തെ ഏത് ജോലി ഏൽപ്പിച്ചാലും അത് എത്രയും വേഗം പൂർത്തിയാക്കിയിരുന്നു. ജോലികൾ പെൻഡിങ് ആക്കുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. അവസാനം വരെയും അദ്ദേഹം തൻ്റെ ഈ സ്വഭാവം നിലനിർത്തുകയുണ്ടായി. ഓഫീസ് ജോലികൾ പെൻഡിങ് ആക്കാൻ അനുവദിച്ചിരുന്നില്ല. മർഹൂം ഖിലാഫത്തിനോട് പ്രതിബദ്ധതയും ജമാഅത്തി നിസാമിനെ അനുസരിക്കാനും എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. തൻ്റെ അടുപ്പക്കാരോടും ഏക മകളോടും അവരുടെ മക്കളോടും ഖിലാഫത്തിലാണ് എല്ലാ അനുഗ്രഹങ്ങളുമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതാനും വർഷം മുമ്പ് വഫാത്തായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു.
അവർ ഈ എല്ലാ ദുഃഖങ്ങളും വളരെ ക്ഷമയോടെ സഹിക്കുകയുണ്ടായി. അള്ളാഹു മർഹൂമിനോട് കരുണയോടെയും ഓർമ്മയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹം മുൻ UK സദർ അൻസാറുള്ള ചൗധരി ഇജാസ് അഹമ്മദ് സാഹിബിൻ്റെ പിതൃവ്യനുമാണ്. അടുത്ത അനുസ്മരണം മൻസൂർ ബേഗം സാഹിബയുടേതാണ്. ഇവർ സർഗോദയിലെ മർഹൂം മഹമ്മൂദ് ഭട്ടി സാഹിബിൻ്റെ ഭാര്യയാകുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഹദരത്ത് മസീമദ് ഇസ്ലാമിൻ്റെ സഹാബിയായ ഹദരത്ത് ചൗധരി ഗുലാം ഹുസൈൻ സാഹിബിൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഇവരുടെ കുടുംബത്തിൽ പരതിയുടെ മൂത്താപ്പ ചൗധരി ഗുലാം നബി അലവി സാഹിബും എളാപ്പ ചൗധരി അത്താ മുഹമ്മദ് അലവി സാഹിബും മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. ഈ രണ്ട് മഹാത്മാക്കളും ചേച്ചാവത്നി എന്ന സ്ഥലത്ത് ഒരു സംവാദം കേട്ടതിന് ശേഷം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. മർഹൂമയുടെ പിതാവ് ചൗധരി മുഹമ്മദ് അബ്ദുള്ള അലിഫ് സാഹിബ് 3 വർഷത്തെ പഠനത്തിന് ശേഷം 1935 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അവരുടെ ഭർത്താവ് മഹമ്മൂദ് അഹമ്മദ് ഭട്ടി സാഹിബിനും മകൻ താഹിർ മഹമ്മൂദ് ഭട്ടി സാഹിബിനും ദൈവമാർഗത്തിലെ തടവുകാരാകാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. മർഹൂമയുടെ ഒരു സഹോദരൻ നസീർ അഹമ്മദ് അലവി സാഹിബിനെ അഹമ്മദിയത്തിൻ്റെ പേരിൽ സിന്ധ് പ്രവിശ്യയിൽ 1991 ഷഹീദാക്കുകയുണ്ടായി. മർഹൂമ മൂസിയ ആയിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 3 പെൺമക്കളും 7 ആൺമക്കളുമുണ്ട്. അവരുടെ ഒരു മകൻ ആബിദ് മുഹമ്മദ് ഭട്ടി സാഹിബ് വാക്കിഫെ സിന്ദഗിയും മുറബിയും തൻസാനിയ ജാമിയ അഹമ്മദിയ പ്രിൻസിപ്പളും അവിടെ നായിബ് അമീറുമാകുന്നു. ഫീൽഡിലായതിനാൽ അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആസ്റ്റിക്കിലെ മുൻ സദർ ലജ്ന ഖയ്യൂം സാഹിബ് പറയുന്നു, 15 വർഷം സദർ ലജ്നയായി സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ഞാൻ മർഹൂമയിൽ നിരവധി നന്മകൾ കണ്ടിട്ടുണ്ട്. നമസ്കാര നോമ്പ് കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയും 5 നേര നമസ്കാരങ്ങൾ വളരെ കൃത്യമായി അനുഷ്ഠിക്കുകയും മസ്ജിദിൽ സ്ത്രീകൾക്ക് പോകാൻ അനുമതി ഉണ്ടായിരുന്ന കാലമത്രയും കൃത്യമായി ജുമക്കെത്തി ആദ്യത്തെ സഫിൽ തന്നെ ഇരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ ജുമ നമസ്കരിക്കാനും ഈദ് നമസ്കരിക്കാനും സ്ത്രീകൾക്ക് മസ്ജിദിൽ പോകുന്നതിൽ വിലക്കുണ്ട്. സ്ത്രീകൾ വീട്ടിൽ അസ്വസ്ഥരായി എപ്പോഴാണ് തങ്ങൾക്ക് അവസ്ഥകൾ നന്നാകുക എന്നും മസ്ജിദിൽ എപ്പോഴാണ് പോകാൻ കഴിയുക എന്നും ആഗ്രഹിച്ച് കഴിയുകയാണ്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു പാകിസ്ഥാനിലെ ആളുകൾക്ക് മേൽ കരുണ ചൊരിയുമാറാകട്ടെ. ഇവരെല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിരുന്നു. റമദാനിൽ കൃത്യമായ രചനയോടൊപ്പം തറാവി മസ്ജിദിൽ വന്ന് അനുഷ്ഠിച്ചിരുന്നു. എപ്പോഴും തൻ്റെ മക്കളെയും അവരുടെ മക്കളെയും മസ്ജിദുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നു. മക്കൾക്ക് നല്ല തർബീയത്ത് നൽകുകയുണ്ടായി. എപ്പോഴും മക്കളെ ജമാഅത്തി സേവനവുമായി ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. അവരുടെ മകൻ കൈസർ മഹമ്മൂദ് ഭട്ടി സാഹിബ് എഴുതുന്നു, മർഹൂമ എപ്പോഴും ചന്തകൾ തൻ്റെ പോക്കറ്റ് മണിയിൽ നൽകിയിരുന്നു. വസിയത്തിന് ചന്തയും താൻ സ്വരുക്കൂട്ടിയ തുകയിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു. ചന്ത ഹിസ്സ ജായ്ദാദ് തങ്ങൾ കൊടുക്കാമെന്ന് നിർബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിലും അവർ അത് പൂർണ്ണമായി നിരസിക്കുകയും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ വസിയത്ത് ചെയ്തതാണെന്നും അത് കൊടുക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്നും പറഞ്ഞിരുന്നു. ദീനീ കാര്യങ്ങളിൽ ആത്മാഭിമാനമുള്ള മഹിളയും സഹായം ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. 1989 ഗ്രാമത്തിൽ ജമാഅത്തിൻ്റെ അവസ്ഥ വളരെ ദുഷ്കരമായി. ശത്രുക്കൾ അഹമ്മദീ ഭവനങ്ങൾ തീയിടാനും മസ്ജിദ് പിടിച്ചെടുക്കാനും ആഗ്രഹിച്ചിരുന്നു. അന്നവർ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു, നിങ്ങളെല്ലാം മസ്ജിദിലേക്ക് പോയിക്കൊള്ളുക, ഞാൻ ഒറ്റയ്ക്ക് വീട് സംരക്ഷിക്കാം. അന്നവരുടെ പിതാവ്, ഭർത്താവ്, മക്കൾ എന്നിവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പറയപ്പെട്ട വർഷങ്ങളൊന്നും ഉണ്ടായില്ല. മകൻ പറയുന്നു, അവർ രാത്രി മുഴുവനും അള്ളാഹുവെ എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്ഥൈര്യത്തോടു കൂടി ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു അവരോട് കരുണയോടെയും ഓർമ്മയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മാസ്റ്റർ സആദത്ത് അഹമ്മദ് അഷ്റഫ് സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം ഹദരത്ത്
ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ബോഡി ഗാർഡായിരുന്ന ഖുഷി മുഹമ്മദ് സാഹിബിൻ്റെ മകനാകുന്നു. കഴിഞ്ഞ ദിവസം 84-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഒരു മകൻ ഉസ്മാൻ അഹമ്മദ് താലി സാഹിബ് സെറാലിയോണിൽ മൊറബിയാണ്. ഫീൽഡിലായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുറബി ഉസ്മാൻ അഹമ്മദ് സാഹിബ് എഴുതുന്നു, പിതാവ് അധ്യാപകനായിരുന്നു. 1963 ഹദ്റത്ത് മുസ്ലിം മൗദിൻ്റെ ആഹ്വാനത്തിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് സിന്ധിലെ ബഷീറാബാദിലേക്ക് ഹിജ്റത്ത് ചെയ്ത് വരികയുണ്ടായി. ഇവിടെ താലിമുൽ ഇസ്ലാം സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു. സിന്ധിലെ ബഷീറാബാദിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പ് ദാറുർ റഹ്മത്ത് ഗർബിയിലാണ് താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് ഹദ്റത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജിയുമായി നല്ല സ്നേഹബന്ധമായിരുന്നു. പറയുന്നു, മൗലാന രാജി സാഹിബ് എൻ്റെ പിതാവിനെ തൻ്റെ വളർത്തുപുത്രൻ എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം കാരണം നല്ല രീതിയിലാണ് അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത്. മൗലവി സാഹിബ് ഇദ്ദേഹത്തോട് വ്യക്തിപരമായ കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് വല്ല തുകയും നേർച്ചയായി നൽകിയാൽ അത് ദാറു സിയാഫത്തിൽ കൊടുത്ത് രസീത് വാങ്ങി വരാൻ പിതാവിനോട് പറയുമായിരുന്നു. അവിടെ ലങ്കറിൻ്റെ ചന്തയിൽ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വേനൽക്കാലത്ത് ഹദ്റത്ത് മൗലാന രാജിഗി സാഹിബ് വീട്ടിൽ വന്നു. വാതിലിൽ മുട്ടി. പിതാവ് വീടിന് പുറത്തു വന്നു. മൗലാന സാഹിബിനോട് പറഞ്ഞു, ഇത്രയും ചൂടുള്ള സമയത്ത് താങ്കൾ എന്തിനാണ് വന്നത്? എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ വരുമായിരുന്നല്ലോ. അപ്പോൾ മൗലവി സാഹിബ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നില്ലേ? തുറഞ്ഞു പറഞ്ഞു, അള്ളാഹു എന്നോട് കൽപ്പന നൽകിക്കൊണ്ട് പറഞ്ഞു, സഹാദത്തിന് പൈസയുടെ ആവശ്യമുണ്ട്, കൊണ്ടുപോയി കൊടുത്തു വരും. ഹദ്റത്ത് മൗലാന രാജിഗി സാഹിബ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത ശേഷം അവിടെ നിന്ന് പോയി. ഇങ്ങനെയുള്ള ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹുവുമായി ഉണ്ടായിരുന്നത്. അവൻ തന്നെ തൻ്റെ ഒരു വരിഷ്ഠദാസൻ്റെ മനസ്സിൽ പോയി ഇന്നയാൾ സഹായിക്കൂ എന്ന ആഹ്വാനം നൽകുന്നു. ഖിലാഫത്തിനോടുള്ള അനുസരണത്തിൻ്റെ നിലവാരവും അസൂയാർഹമായിരുന്നു. മൊറബി സാഹിബ് പറയുന്നു, കുറച്ചു കാലം മുമ്പ് ഞാൻ ലീവ് എടുത്ത് അദ്ദേഹത്തെ കാണാൻ പാകിസ്ഥാനിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കണ്ടപ്പോൾ കുറച്ചു ദിവസം കൂടി ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ശക്തമായി എന്നോട് പറഞ്ഞു, മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ അരുത്. കാലത്തിൻ്റെ ഖലീഫ നിന്നെ ഒരു ദൗത്യത്തിൽ നിയോഗിച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് അവസാന ശ്വാസം വരെ ജമാഅത്തിനെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. യാത്രയിൽ എപ്പോഴും സലാത്തും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാനും എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുമായിരുന്നു. മുബഷിർ ഗോന്തൽ സാഹിബിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഇപ്രകാരം എഴുതുന്നു. BEd പരീക്ഷ കൊടുക്കുകയായിരുന്നു. അറബി പേപ്പർ വളരെ പ്രയാസമായിരുന്നു. കോഴ്സിൽ നിന്ന് പുറത്ത് കുറേ കാര്യങ്ങൾ വന്നിരുന്നു. പിതാവ് പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പേപ്പർ വാങ്ങി എഴുതാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും പേപ്പർ വാങ്ങി എഴുതിക്കൊണ്ടിരുന്നു. വീണ്ടും പേപ്പറുകൾ വാങ്ങിക്കൊണ്ടിരുന്നു. കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് തന്ന പേപ്പർ തന്നെ മുഴുവൻ എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നീ എന്താണ് എഴുതി കൂട്ടിയിരുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി. അതിനുശേഷം ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ യാ ഐന ഫൈദുല്ലാഹി വൽ ഇർഫാനി എന്ന ഖസീദയുടെ 70 വരികളും എഴുതിയിട്ടാണ് വന്നത്. ഇത് വായിക്കുന്നവർക്ക് ചുരുങ്ങിയത് തബ്ലീഗെങ്കിലും ആകുമല്ലോ. ഞാൻ പാസ്സാകുമോ ഇല്ലയോ, എക്സാമിനർ പാസ്സാക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഏതോ അഹമ്മദി എഴുതിയതാണെന്ന് ബോധ്യപ്പെടുമല്ലോ, അല്ലെങ്കിൽ ഇതാരുടെ വരികളാണെന്ന് അന്വേഷിക്കുമല്ലോ. അങ്ങനെ തബ്ലീഗിന് വഴി തുറക്കുന്നതാണ്. ഏതായാലും അള്ളാഹു അനുഗ്രഹിച്ചു. ഈ പരീക്ഷയിൽ 3 പേർ മാത്രമാണ് വിജയിച്ചത്. പിതാവ് അവരിൽ ഒരാളായിരുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഫضലും ഖസീദയുടെ ബർക്കത്തുമാണെന്ന് പറയുമായിരുന്നു. നഫ്ലായ ഇബാദത്തുകളും നോമ്പുകളും അനുഷ്ഠിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ ഖുർആനോട് സ്നേഹവും തിലാവത്തിൽ പ്രത്യേക താല്പര്യവുമുണ്ടായിരുന്നു. എപ്പോഴും ചില സൂറത്തുകൾ മൂളിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഖസീദ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഖസീദ ചൊല്ലുമ്പോൾ മിക്കപ്പോഴും അദ്ദേഹം കണ്ണീർ വാർത്തിരുന്നു.
ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഹദരത്ത് മസീമദ് ഇസ്ലാമിൻ്റെ സഹാബാക്കളുടെ സംഭവങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഹദരത്ത് മൗലാന രാജികി സാഹിബിൻ്റെ സംഭവങ്ങൾ തൻ്റെ ശിഷ്യന്മാർ കേൾപ്പിച്ചിരുന്നു. ആവേശഭരിതനായ ദായിലല്ലയായിരുന്നു. എന്തിനും തയ്യാറായ വ്യക്തിത്വവുമായിരുന്നു. ജമാഅത്തി പരിപാടികളിൽ എപ്പോഴും ആവേശപൂർവ്വം പങ്കെടുക്കുമായിരുന്നു. അള്ളാഹു മർഹൂമിനോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.